ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഓക്കെ ആയി, അത് അവര് മനസ്സിലാക്കി. പിന്നെ പുറത്തെ കാര്യങ്ങളാണ് അത് ഞാൻ പബ്ലിസിറ്റി എനിക്കുണ്ടല്ലോ ചേച്ചി പറഞ്ഞില്ല, എനിക്ക് പബ്ലിസിറ്റി ഇല്ല. കൂടെ നിന്നവർ തന്നെ എനിക്ക് ബന്ധം വരെ മുറിയുന്ന രീതിയിൽ സംസാരിച്ച ആൾക്കാരുണ്ട്. ഈ അലൻ എന്താണ് കുഴപ്പം? അലൻ മനുഷ്യനല്ലേ? നാളെ എന്നെ ആക്ടിങ്ങിന് വേറൊരു എന്തെങ്കിലും ഒരു വർക്കിന് വിളിച്ചാലും അതിനകത്തൊരു നായകൻ കാണുമല്ലോ, അത്രയായിട്ട് ഞാൻ അലനെ കണ്ടിട്ടുള്ളൂ. ഫെയിമിലേക്ക് വന്നപ്പോ ടോട്ടലി ചേഞ്ച് ആയി. കാസ്റ്റിംഗ് കോളെ എനിക്ക് വരാറുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ ചാൻസ് വേണമെന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ആൾക്കാരെ വിളിക്കണം, കല്യാണം കഴിക്കാത്ത ആൾക്കാരെ വിളിക്കാറുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് വൈറലായി നിൽക്കുന്ന രണ്ടുപേരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അലൻ ജോസ് പെരേരയും വൈഫിനെയും. അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ നിങ്ങളെ വെൽക്കം ചെയ്യണം. കാരണം ഇന്നലത്തെ വീഡിയോയിൽ മുഴുവനും നിങ്ങളെ കല്യാണ വീഡിയോ ആണ്. അപ്പം അതിന്റെ സത്യം എന്താണ് ശരിക്കും? അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. അലനെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ പരിചയപ്പെടുമ്പം അലൻ എന്നെ ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പം അന്ന് എനിക്ക് സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ റീൽ ചെയ്യാൻ വിളിച്ചു. അന്നേരം ഞാൻ പറഞ്ഞിട്ട് ഞാൻ റീലൊക്കെ എപ്പോഴും ചെയ്യുന്നില്ല, നമുക്കൊന്ന് വേറെ മാറ്റി പിടിക്കാം, ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ സംസാരിച്ചു ഇവനോട്. അന്നേരം ഇവനും ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനാണ് സത്യത്തിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അതൊരു ചുമ്മാ തോന്നിയൊരു സംഭവം അങ്ങ് ചെയ്തതാണ്. അന്നേരം അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യാം. ആദ്യം ഇയാൾ പരിചയപ്പെടുത്തോ? എന്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ ആക്ടറാണ്. ഇപ്പോ സിനിമയിലൊക്കെ അഭിനയിച്ചു വരുന്നു. ആക്ട്രസ് ആണ്. എന്തായാലും അങ്ങനെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് 1 വർഷമായിട്ട് കൊച്ചിയിലുണ്ട്. ഫിലിം ഫീൽഡിൽ തന്നെ ട്രൈ ചെയ്തു. അപ്പൊ ഈ വീഡിയോ ഇറങ്ങി വൈറലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ ആദ്യം നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത്രയും വൈറലാവുമെന്നും പ്രതീക്ഷിച്ചില്ല. അല്ല, AJP എന്ന് പറയുമ്പോ എന്തായാലും എന്തിട്ടാലും വൈറലാകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അല്ല, അതിന്റെ കൂടെ വേറെ ചെയ്തിട്ടുണ്ട്, വേറെ റീലിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആവുമ്പോ, കാരണം അലിൻ ജോസ് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു വീഡിയോ വരുമ്പോ അതിന് എന്തായാലും വൈറലാകും എന്നറിയാം. അപ്പം ആ ഒരു ഇത് പ്രതീക്ഷിച്ചോണ്ടായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. ഫോട്ടോഷൂട്ട് പ്രതീക്ഷിച്ചു അത് വൈറലാവും ഓർത്തു. പക്ഷെ അന്നേരം തോന്നിയൊരു സംഭവമാണ് ഇങ്ങനെ ചുമ്മാ ഞാൻ ഇങ്ങനെ പറയാം, നിന്നെ കണ്ടു അപ്പൊ നീ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു അവിടെ. അതാണ് കേറി. ഇത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് മാനേജർമാരും ഫ്രണ്ട്സും ഒക്കെ, അതായത് ആറാട്ടണ്ണൻ അടക്കമുള്ളവര് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരോടും നിങ്ങൾ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആളുകൾ കാണുന്നവര് പറയില്ലേ, ഒരിക്കൽ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മള് കുറച്ച് ഒതുക്കി വെച്ചു കാര്യങ്ങളൊക്കെ. ആ രീതിയിൽ തന്നെ പോയി. ഇന്നലെ ആ ഒരു രാത്രി മാത്രം. പിറ്റേ ദിവസം പറയുമല്ലോ, പിന്നെ എല്ലാവർക്കും അറിയുമല്ലോ. പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനതൊരു ആക്ടിങ്, ആ സംഭവം അങ്ങനെ വിട്ടു കളഞ്ഞു. അതവിടെ അങ്ങനെ ചെയ്തു, അതങ്ങനെ ചെയ്തു, അത് ഒരു ആക്ടിങ് ആയിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഒരു പരിധിവരെ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളെ കുറ്റം പറയുന്നവരുണ്ടാവും. രണ്ട് പക്ഷത്തുള്ള ആളുകളാണെങ്കിലും അവര് നിങ്ങളെ രണ്ടുപേരെയും പിന്നെ ഈ ഒരു വീഡിയോ വന്നു പിറ്റേ ദിവസം തന്നെ പറയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീഡിയന്റെ മുന്നിൽ വരുമ്പോ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഇപ്പൊ എന്നെ ആരും വിളിച്ചിട്ട് ഞാൻ ഓൾറെഡി എന്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും ഓക്കെ ആയി, അത് അവര് മനസ്സിലാക്കി. പിന്നെ പുറത്തെ കാര്യങ്ങളാണ്, അത് ഞാൻ ബോധേഡല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വൈറലാവാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഫോട്ടോഷൂട്ട് വൈറലാവുന്ന ഓർത്താണ് പ്ലാൻ ചെയ്തു പോയത്. പക്ഷെ ഇങ്ങനൊരു സംഭവം അന്നേരം തോന്നി ചെയ്തതാണ്. അത് ഇങ്ങനെ അന്നേരം ഇട്ടു ചെയ്തു. ഞാനങ്ങ് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു. പിന്നെ താലിയില്ല നമ്മുടെ കഴുത്തില്, നമ്മൾ താലി കെട്ടുന്നതില്ല. കല്യാണത്തിന്റെ ഡ്രസ്സും മാലയും എല്ലാം അത് ഫോട്ടോഷൂട്ടിനും ചെയ്യാലോ. അങ്ങനെ വീഡിയോ ചെയ്യുന്നവരും ആൽബം ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ആൽബം ഷൂട്ടും കണ്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ റിയൽ ലൈഫില് നിങ്ങൾ തമ്മില് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. ഇനിയും അലിൻ ജോസ് കല്യാണം കഴിക്കാനുള്ള പ്ലാനും കൊണ്ട് ചെല്ലുമ്പോ കുറച്ചുപേര് സത്യം മനസ്സിലാക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ബേസിക്കലി അങ്ങനെ പ്ലാനിങ് കൊണ്ട് ചെല്ലാറില്ലല്ലോ. നമ്മള് ബ്രോക്കർ മുഖേന അല്ലെങ്കിൽ മാട്രിമോണി മുഖേന നിൽക്കുമ്പോ അത് വർക്കായെങ്കിൽ വർക്കാവും. അപ്പൊ മാട്രിമോണി ഒക്കെ ആവുമ്പോ ഈ സോഷ്യൽ മീഡിയയില് ആക്റ്റീവ് ഉള്ള ആളുകളായിരിക്കുമല്ലോ മാട്രിമോണി ഒക്കെ യൂസ് ചെയ്യുന്നത്. അലിൻ എന്ന് പറയുമ്പോ പബ്ലിക് ഫിഗർ ആണ്, അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആരാധകരുള്ള ആളാണ്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ള ഒരാള് പിന്നെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു വാർത്ത ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും.
അപ്പൊ അത് ഈ ഇപ്പൊ മുന്നേ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു സാധനം കുറച്ചുപേർ അറിയും, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ കുറച്ചുപേർ അറിയും, കുറച്ചുപേർ അറിയില്ല. എല്ലാരും അറിയുമല്ലോ, അതിനാണല്ലോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഇന്നും നാളെയായിട്ട് ഒരു 15 ഓൺലൈൻ ചാനല് എൻക്വയറി ഉണ്ട്. കല്യാണം അല്ല, കഴിഞ്ഞ ഈ ഇന്റർവ്യൂവിന്റെ സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിലപാടും കാര്യങ്ങളും അല്ല എന്ന് പറയാനായിട്ട്. മനസ്സിലായല്ല എന്ന് പറയാം. എപ്പോ ഒരു ചാനൽ പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആവൂല. ചില ആൾക്കാർ എല്ലാവർക്കും വേണമല്ലോ ബൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഇതാവുന്നില്ല. എന്നാലും റീച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്ത ഒരു പബ്ലിസിറ്റി എനിക്കുണ്ടല്ലോ ചേച്ചി പറഞ്ഞില്ല, എനിക്ക് പബ്ലിസിറ്റി ഇല്ല. കുറച്ച് പബ്ലിസിറ്റി കൂടെ നിൽക്കുന്ന ആൾക്കും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ആണ് വന്ന, പക്ഷെ അത് സങ്കടമുണ്ട്. ഓരോ കമന്റ്സ്. അലിന്റെ ഫാമിലി എന്ത് പറഞ്ഞു? എന്നെ വിളിച്ചായിരുന്നു. ഞങ്ങള് അന്നേരം തന്നെ സംഭവം കഴിഞ്ഞ് വീഡിയോ ഇറങ്ങിയപ്പോഴേ അലന്റെ അമ്മ എന്നോട് സംസാരിച്ചു, മോളെ എന്ത് സംഭവം. ഞാൻ പറഞ്ഞ അമ്മ ഇതുപോലെ ആ ടെൻഷൻ ഒന്നും ആവണ്ട, അമ്മ പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് നല്ല സ്നേഹത്തിൽ ചിരിച്ചോണ്ടാ സംസാരിച്ചത്. ഞാൻ ഗേറ്റ് തുറക്കണോ അത് അടച്ചിടണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല അമ്മ കല്യാണം കഴിഞ്ഞല്ല, ഗേറ്റ് തുറക്കണോ അടച്ചിടണോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ലമ്മ കല്യാണം, ഞങ്ങളിങ്ങനെ ചുമ്മാ അന്നേരം തോന്നിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തതാ. സംഭവം കഴിഞ്ഞു, അവരെന്നെ അങ്ങോട്ട് വീട്ടിലോട്ടാക്കിയിട്ട് തിരിച്ചു പോകാൻ തുടങ്ങും, അങ്ങോട്ട് വരാനുണ്ട്. ആ ഓക്കെ മോളെ ശരി. മോടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛനമ്മയൊന്നും പറയില്ലല്ലോ അങ്ങനെ ചോദിച്ചിട്ട് വെച്ചു. ഞാൻ പറഞ്ഞില്ല. കുറെ ആളുകള് അലിനെ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അലിന്റെ കൂട്ടത്തില് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ എപ്പോഴെങ്കിലും ശ്രീലക്ഷ്മിക്ക് ആ ഒരു തരത്തില് പിന്നെ വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇവന്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? വിഷമിക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഒരുപാടുണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ നിൽക്കുന്ന കൂടെ നിന്നവർ തന്നെ എനിക്ക് ബന്ധം വരെ മുറിയുന്ന രീതിയിൽ സംസാരിച്ച ആൾക്കാരുണ്ട്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്, അവന്റെ കൂടെ എന്തിനാ അത് ചെയ്യാൻ പോയത്, നിനക്ക് ഇനി ഒരു നല്ല സിനിമ കിട്ടുമോ, നിനക്ക്. ഞാൻ ചോദിക്കുന്ന അലൻ എന്താണ് കുഴപ്പം? അലൻ മനുഷ്യനല്ലേ, അലന് പ്രത്യേകിച്ച് ഞാൻ ഒരു പക്ഷം ആളുകള് ചേച്ചി അങ്ങനെ പോയിന്റ് പറഞ്ഞോണ്ടേ. കാരണം നമ്മള് ഇപ്പൊ സ്ത്രീകളോടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കണത്. അപ്പൊ നമ്മള് ഈ റിവ്യൂസ് ഒക്കെ ചെയ്ത ചേച്ചിക്ക് അറിയാലോ, കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം മാത്രം നമ്മള് ഒറ്റ ഫ്രെയിമിൽ വന്ന് റിവ്യൂ പറഞ്ഞത് മാലാ പർവ്വതി ചേച്ചിക്കോളാം. മാലാ പർവ്വതി ചേച്ചി ആക്ട്രസ് ആണ്. അവർക്ക് എന്റെ കൂടെ റിവ്യൂ പറഞ്ഞെന്നും പറഞ്ഞ് ഏതെങ്കിലും പടങ്ങള് കുറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ ചേച്ചി? ഉണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തിക്കും അതിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറയാം. മാലാ പാർവതി എന്ന് പറയുന്ന ഒരാള് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ സന്തോഷ് വർക്കി ഒരുമിച്ച് ഒരു റിവ്യൂ പറഞ്ഞിരുന്നു ഒരു പടത്തിന്റെ. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ. അതല്ല ഞാൻ പറഞ്ഞത്. സന്തോഷ് വർക്കി, അലൻ എന്ന് പറയുന്ന രണ്ടുപേരെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് എപ്പോഴെങ്കിലും ഈ അലിന്റെ കൂടെ കൂടി നിന്നിട്ട് നെഗറ്റീവായിട്ട് പലരും പലതും പറയുന്നുണ്ടാവും. അപ്പോ ശ്രീലക്ഷ്മിക്ക് അത് സ്ട്രൈക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള എന്തൊക്കെ? എനിക്കതൊരു വിഷയമല്ല. ഞാനിപ്പോ എനിക്ക് നാളെ എന്നെ ആക്ടിങ്ങിന് വേറൊരു എന്തെങ്കിലും ഒരു വർക്കിന് വിളിച്ചാലും അതിനകത്തൊരു നായകൻ കാണുമല്ലോ. അത്രയായിട്ട് ഞാൻ അലനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരു വർക്ക് ചെയ്തു, അതിനകത്തെ ഹീറോ അലൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. കാരണം ഇവരാരും നമുക്ക് വിളിച്ച് വർക്കൊന്നും തരുന്നില്ലല്ലോ. ഇപ്പൊ ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെ എന്നോട് ചോദിച്ചു നീ എന്തിനാ അങ്ങനൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ അവരോട് അപ്പൊ കൂടെയുള്ളവരിങ്ങനെ ശ്രീലക്ഷ്മിനെ അല്ലെങ്കിൽ അലിനെ കുറ്റം പറയുമ്പോ ശ്രീലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് അലനെ പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല. പുള്ളിക്കാരൻ അപ്പൊ എന്തുകൊണ്ടാണ് ആളുകളൊക്കെ അലിനെ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അറിയില്ല എന്താണെന്ന്. ഓരോരുത്തരുടെ മൈൻഡില്ല. ഓരോരുത്തർക്ക് ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ല. നമുക്ക് അവരുടെ ഒന്നും കാര്യം അറിയില്ല എന്തുകൊണ്ടായിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്ക് അലനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ എനിക്ക് അലനോട് നല്ല സ്നേഹമാണ്. കാരണം എന്നോട് അലൻ മോശമായിട്ട് സംസാരിക്കുമോ മോശമായിട്ട് പെരുമാറുമോ എന്റെ അടുത്ത് യാതൊരു വിധമായി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന രീതി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അലനെ മോശമായിട്ട് പരിചയപ്പെടുന്ന എങ്ങനെയായിരുന്നു? ഞങ്ങള് ഫസ്റ്റ് ഇതുപോലൊരു ഇന്റർവ്യൂ, ഫസ്റ്റ് എന്റെ ഇന്റർവ്യൂ അന്ന് തന്നെ അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട അവൻ. അലനെ സുഖമാണോന്ന് ചോദിച്ചു ചെന്ന് മിണ്ടി. എനിക്ക് അങ്ങനെ ഇല്ല. ആരും അവന്റെ അടുത്ത് ചെന്ന് മിണ്ടില്ല എന്ന് അവൻ പറയും. മാറിക്കളയുന്നു, ലേഡീസ് ഒന്നും മിണ്ടില്ല. അതെന്താ? അവനും ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ. അവൻ ചിലപ്പോ വൈറലാകും മുന്നേ വരെ ഒരുപാട് പെൺകുട്ടികളായിട്ട് സൗഹൃദം ഉണ്ടായിട്ടുള്ള ആളെ അത് പലർക്കും അറിയില്ല. ഏതൊക്കെ ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സമയം വരെ ഒരുപാട് കസിൻ സിസ്റ്റേഴ്സും അവരുടെ സൗഹൃദം ഉണ്ടായത്. പക്ഷെ ഈ ഫെയിമിലേക്ക് വന്നപ്പോ ടോട്ടലി
ചേഞ്ചായി. അപ്പൊ ചേഞ്ച് ആയതിനു ശേഷം പെട്ടെന്ന് നമ്മൾ ഒരു ഫെയിമിലേക്ക് പെട്ടെന്ന് കൂട്ടുകൂടിയ ഒരു ആളാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിനെ പോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എത്ര പേരുണ്ട്? കൂടെ നിൽക്കുന്ന ആൾക്കാർ കുറവായിരിക്കും ചേച്ചി. പക്ഷെ വിളിക്കുമ്പോ നമുക്ക് സംസാരിക്കും. പിന്നെ അവര് നമ്മളോട് ഒപ്പം വീഡിയോ ചെയ്യാത്തതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ചിലപ്പോ ഓരോ വർക്കുകളിൽ വരുമായിരിക്കും. അലിനൊരു പബ്ലിസിറ്റി ഉണ്ട്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഒരു പബ്ലിസിറ്റി ഉണ്ട്. അലിൻ പബ്ലിക് ഫിഗർ ആണ്. അപ്പോ അല്ല ആണ്. അപ്പോ അലിനോട് കൂട്ടുകൂടുന്നത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, അവരൊക്കെ അലിന്റെ ഈ പബ്ലിസിറ്റി കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ അലിന്റെ കൂടത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്താൽ ഒരു കുറച്ച് റീച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്താൽ കുറച്ച് റീച്ച് കിട്ടും എന്ന് തോന്നിയിട്ടാണ് അലിന്റെ കൂട്ടത്തിൽ കൂട്ടുകൂടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെയാണ് ചിന്തിച്ചിട്ടില്ല. കാരണം ഈ കൊച്ചായിട്ട് തൊട്ട് 2 മാസമല്ലേ 2 മാസമല്ലേ. കാരണം വേണമെങ്കിൽ പെട്ടെന്ന് ഓരോരോ കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ശ്രീലക്ഷ്മിന്റെ മാത്രം കാര്യമല്ല ചോദിക്കുന്നേ, ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പൊ അലിന്റെ ചുറ്റുമുള്ള ബാക്കി ശ്രീലക്ഷ്മിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കാസ്റ്റിംഗ് കോളെ എനിക്ക് വരാറുണ്ട്, ഇങ്ങനെ അഭിനയിക്കാൻ ചാൻസ് വേണമെന്നൊക്കെ പറഞ്ഞു. നമ്മള് ചെയ്യുന്നത് ഇങ്ങനെ ഷോർട്ട് ഫിലിം ആൽബങ്ങള് ചെറിയ ഷോർട്ട് മൂവി ഒക്കെ ചെയ്യുന്നത്. അതായത് അലിന്റെ കൂടത്തിൽ അഭിനയിക്കാൻ താല്പര്യം അത് കല്യാണം കഴിഞ്ഞ ആൾക്കാരെ വിളിക്കണം, കല്യാണം കഴിക്കാത്ത ആൾക്കാരെ വിളിക്കാറില്ല. കെട്ടിപ്പോയത് പണ്ട്. അതിന് മാത്രം പ്രായമായോ കല്യാണം കഴിക്കാന്? അത് തന്നെ, ഈ കല്യാണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഇന്റർവ്യൂല് വന്നപ്പോഴും അലിൻ പറയുന്നുണ്ട് കല്യാണം കഴിക്കുന്ന വീഡിയോ കാര്യം തന്നെ അലിൻ പറയുന്നത് എന്താ? ബേസിക്കലി അത് നമ്മളെ ഇപ്പൊ നമ്മൾ ഒരുപാട് കല്യാണ ഫംഗ്ഷനിലെ ഗസ്റ്റാണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോ ചില സമയം എപ്പോഴും പറയാറില്ല, ചില സമയത്ത് നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്റ്റേജിൽ കയറി തുള്ളിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, 24 വയസ്സായി. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. ചേച്ചിക്ക് ആ ഒരു പ്രൈസ് ചെറിയൊരു പ്രൈസ് ആകാം, പക്ഷെ ചില ഫാമിലികൾക്ക് അത് വലിയൊരു ഏജാ. മനസ്സിലായോ? കാരണം ഞാനൊരു ക്രിസ്ത്യനാ, പക്ഷെ മുസ്ലിംസിന്റെ കല്യാണത്തിനെ കൂടുതൽ ഞാൻ പോയേക്കണത്. അപ്പൊ അവരെ വെച്ച് അത്യാവശ്യം കണക്ക് കൂട്ടുമ്പോ അവരുടെ സമുദായത്തിൽ ഒരുപാട് ആൾക്കാർ നേരത്തെ കിട്ടുന്ന ആൾക്കാരാ. പക്ഷെ അവര് കല്യാണം കഴിക്കുമ്പോ പിന്നെ അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോ ഇപ്പൊ അപ്പനപ്പന്മാരായിട്ട് ബിസിനസ് ഉണ്ടെങ്കിലല്ലേ ഒരാൾക്ക് ആ ഒരു ഏജില് 24 ഏജില് അങ്ങനെയൊന്നുമില്ല. അത് പറയല്ലേ അതെങ്ങനെയാ ശരിയാവുക? കാരണം അത് പ്ലസ് ടു കഴിയുന്ന പ്രായമാണ് 18 വയസ്സ്. 19, 20, 21, 22 ഡിഗ്രി കഴിയുള്ളൂ. അത് 24 വയസ്സുള്ളിൽ ഇത്രയും ടോട്ടലി ഫിറ്റ് ആവുന്ന 22 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞു, 2 വർഷം കൊണ്ട് ഒരു PGയും കൂടി എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നല്ല ജോലിക്ക് ജോലി ബിസിനസ് പിന്നെ ഫിനാൻഷ്യലി സ്റ്റേബിളായി കുറെ യാത്രകളൊക്കെ ചെയ്ത് ഒന്ന് ലൈഫ് എൻജോയ് ചെയ്തിട്ട് കല്യാണം എന്നുള്ളത് പിന്നെ ചിന്തിക്കാൻ പാടുന്ന കാര്യല്ലേ? അങ്ങനെ അതെന്താ അങ്ങനെ ചിന്തിക്കാതെ? നമ്മള് ചിന്തിക്കണമെന്നല്ലേ ഉള്ളു. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഓരോ എന്താ പറയാ തമാശ കളിയാക്കല്ലേ നമ്മളിപ്പോ കണ്ടന്റായി ചെയ്തല്ലോ. അതിനൊന്നുമില്ല, സീരിയസ് ആയ അല്ല നമ്മള് മറ്റേ ഇപ്പൊ 23-ാം വയസ്സിൽ കല്യാണം നടക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഓരോ കണ്ടന്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ ആഗ്രഹം നമ്മളായിട്ട് ആഗ്രഹിച്ചതല്ല ഇത് ഈ കണ്ടന്റ്. ഇത് അല്ലെ ഞാനാണ് അന്നേരം പറഞ്ഞത് വെഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പൊ അന്നേരം ചെന്നപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്താൽ അത് പറഞ്ഞു, ഇടപ്പള്ളി വെച്ച് കണ്ടപ്പോ ഇങ്ങനെ സംസാരിച്ച ഫോട്ടോഷൂട്ട് അതൊക്കെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു.